Meet the editors. ചോദ്യം ഇതാണ്: മാനന്തവാടിയിൽ അനാസ്ഥയോ? ബാലകൃഷ്ണൻ, ഇന്ന് രാവിലെ 7:10 കൂടിയാണ് ഈ വാർത്ത. റിപ്പോർട്ടറാണ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. അതെ, നമ്മളുടെ പ്രതിനിധി ദീപക് മോഹൻ ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തുകയും മാനന്തവാടി ആശുപത്രിയിൽ നടക്കമുള്ള പ്രതിഷേധം തത്സമയം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മന്ത്രി ഇവരുടെയൊക്കെ എക്സ്ക്ലൂസീവ് പ്രതികരണങ്ങളും നമ്മൾ നൽകി. ആ വാർത്ത ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കണ്ടത്. ദൃശ്യങ്ങളും ഞെട്ടിപ്പിക്കുന്നതാണ്. അതെ, അനാസ്ഥയാണോ? നിശ്ചയമായും അനാസ്ഥയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ അജീഷ് എന്ന് പറയുന്ന 47 വയസ്സുകാരൻ്റെ രക്തസാക്ഷിത്വത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്, അല്ലേ? ഞാൻ അതിനെ ഒരു രക്തസാക്ഷിത്വമായി തന്നെ കാണുന്നു. കാരണം ഇപ്പം ഇന്നലെ ഒരു കടുവയുടെ ആക്രമണം നടന്ന ഒരാൾ ചികിത്സയിലാണ്. ഏതാണ്ട് ഒരു 10 ദിവസമായിട്ടുണ്ടാവില്ല. തണ്ണീർക്കൊമ്പൻ വയനാട്ടിൽ ഇറങ്ങി ഇതേ പ്രദേശങ്ങളിൽ തന്നെ വലിയ ഭീതി സൃഷ്ടിച്ചു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് കഴിക്കാൻ അരിയും ഗോതമ്പും ലഭ്യമാകാതിരുന്ന ക്ഷാമകാലത്ത് സർക്കാർ ജനങ്ങളോടൊരു ആഹ്വാനം നടത്തി. നിങ്ങൾ കാടുകളിലേക്കും മലകളിലേക്കും പോയി കപ്പയും കാച്ചിലും കൃഷി ചെയ്യൂ എന്ന്. അങ്ങനെ ആ ആഹ്വാനത്തിൻ്റെ പിന്നാലെ സത്യം പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടി കയറിപ്പോയ മനുഷ്യരെയാണ് നമ്മൾ കുടിയേറ്റക്കാർ എന്നിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പിന്തുടർച്ചക്കാരെ. അപ്പോൾ അങ്ങനെ അന്ന് വലിയ റിസ്ക് എടുത്ത് മലകളിലേക്കും വനങ്ങളിലേക്കും പോയ മനുഷ്യർ സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊരുപാട് നിയന്ത്രണങ്ങൾക്കുള്ളിലാണ് ജീവിക്കുന്നത്. അവർക്ക് അവരുടെ സ്ഥലം വിൽക്കാൻ നിയന്ത്രണമുണ്ട്, അവർക്ക് ജലലഭ്യതയുടെ പ്രശ്നമുണ്ട്, അവർക്ക് വിദ്യുത് ശക്തിയുടെ പ്രശ്നമുണ്ട്, അവർക്ക് നല്ല ആശുപത്രികളുടെയും റോഡുകളുടെയും പ്രശ്നമുണ്ട്. ഒരു കണക്ക് പ്രകാരം നമ്മുടെ വനാതിർത്തികളിൽ ഏതാണ്ട് 30 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇന്നും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ നെടുംതൂണെന്ന് പറയുന്നത് ഈ മനുഷ്യർ നിർമ്മിക്കുന്ന കാപ്പിയും കുരുമുളകും അടയ്ക്കയും ഒക്കെ അടങ്ങുന്ന നാണ്യവിളകളാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നെടുംതൂണാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ ജനതയോട് നമുക്കുള്ള സമീപനം, അത് മാറി മാറി വന്ന സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ള സമീപനം അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ 2015 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വനം വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് നിയമസഭാ കമ്മിറ്റി ഒരു പഠനം നടത്തി. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ കണ്ടെത്തലുകളാണ് പുറത്തേക്ക് വന്നത്. 620 കോടി രൂപയുടെ കണ്ടൊരു പ്രോജക്റ്റും പ്രഖ്യാപിച്ചു. ഒന്നും തന്നെ നടന്നിട്ടില്ല. ഇപ്പോൾ സൗരോർജ്ജ ഫെൻസിങ് എന്ന് പറയുന്നത്, കിടങ്ങുകൾ കുഴിക്കുന്ന കാര്യം, SMS അലേർട്ട് സിസ്റ്റം, ഈ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആ മേഖലയിൽ നടത്തുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും തന്നെ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ആ മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥയാണ്. ഇപ്പോൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടി മടങ്ങിയെത്തുമെന്ന് വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ തൊഴിലെടുക്കാൻ പോകുന്നവർ ആ തൊഴിലിടങ്ങളിൽ നിന്ന് മടങ്ങിയെത്തും എന്ന് വിചാരിക്കാൻ കഴിയാത്തൊരവസ്ഥ. അപ്പോൾ ഇത്തരത്തിലൊരു ഭീതിയുടെ അന്തരീക്ഷത്തിൽ അവർക്ക് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അത് അങ്ങേയറ്റം ഖേദകരമാണ്. ഒരർത്ഥത്തിൽ ഒരു തുല്യതാ പ്രശ്നം പോലുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പം ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. നമ്മളെപ്പോഴും പറഞ്ഞു കളയും, ഈ വനത്തിനുള്ളിലേക്ക് കയറി വനസമ്പത്ത് ചൂഷണം ചെയ്ത് വനത്തെ ഇല്ലാതാക്കി മൃഗങ്ങളെ വേട്ടയാടി ഇതെല്ലാം പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഭാഗമായി ഇവരെ കാണുന്നുണ്ട്. പക്ഷേ ഡാറ്റ അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. കാരണം വനാതിർത്തിയുടെ കാര്യത്തിൽ, വനവിസ്തൃതിയുടെ കാര്യത്തിൽ കേരളം വളരെ മുമ്പിലാണ്. 30% 29.1% വനമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ എന്ന് മാത്രമല്ല, ഏതാനും ചില മൃഗങ്ങൾ, ഇപ്പോൾ ഈ വരയാടുകളൊക്കെ പോലുള്ള ചില മൃഗങ്ങൾക്ക് വംശനാശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഭീഷണി നേരിടുന്നുണ്ടെങ്കിൽ കൂടിയും മറ്റ് ഈ വന്യജീവികളുടെ കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണ് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പഠനം പറയുന്നത് 300 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ ഈ വന്യജീവി വയനാട്ടിൽ മാത്രം 150ഓളം കടുവകളുണ്ട് എന്നാണ് പഠനം പറയുന്നത്. ഈ 150ഓളം കടുവകൾക്ക് ആ വിസ്തൃതി പോരാ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവർ പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിന് ആധുനികമായൊരു പഠനത്തിൻ്റെ ആവശ്യമുണ്ട്. അത് ആ വിഭാഗത്തോട് നമ്മളെടുക്കുന്ന സമീപനവുമായി ബന്ധപ്പെട്ടാണ്ടിരിക്കുന്നത്. ശാസ്ത്രീയമായ പഠനങ്ങളുടെ ആവശ്യമുണ്ട്, ശാസ്ത്രീയമായ സംവിധാനങ്ങളുടെ ആവശ്യമുണ്ട്. അക്കാര്യത്തിലൊരു വിട്ടുവീഴ്ച വരാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യൻ മരിച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി മനുഷ്യർ അറ്റാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കണക്കൂടി പറയാം, കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 34,855 പേരാണ് വന്യജീവി ആക്രമണത്തിന് കേരളത്തിലേയായിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭീകരത എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ അർത്ഥം ഒരു ദിവസം ശരാശരി 10 പേർ കേരളത്തിൽ വന്യജീവി ആക്രമണത്തിന് വിധേയമാകുന്നു എന്നുള്ളതാണ്. അതൊരു ചെറിയ പ്രശ്നമല്ല. നമ്മളുടെ ശ്രദ്ധ വളരെ വേണ്ടൊരു സ്ഥലമാണ്. ആ സ്ഥലത്തോട് നമ്മൾ എത്രത്തോളം നീതി കാണിക്കുന്നുണ്ട്, ആ മനുഷ്യരോട് എത്രത്തോളം നീതി കാണിക്കുന്നുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ ഈ വിഷയത്തിൽ എനിക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട്. ഇതൊരു രക്തസാക്ഷിത്വമാണ്. ഇത് അങ്ങേയറ്റം
അനാസ്ഥയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഒരുപക്ഷെ പരിസ്ഥിതിയിൽ മനുഷ്യർക്കുള്ള ചില തത്വശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗഹന പരിസ്ഥിതിവാദം തുടങ്ങിയ ആശയങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ശീതീകരിച്ച മുറിയിലിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു അക്കാദമിക് സമൂഹമാണ്. ഈ കുടിയേറ്റ കർഷകരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പ്രായോഗികമായ ഒരു മറുപടിയോ പ്രായോഗികമായ ഒരു സാധ്യതയോ പലപ്പോഴും ഉണ്ടാവാറില്ല. അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അനാസ്ഥ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ അത്യന്തം ഗുരുതരമാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ആറളം ഫാമിൻ്റെ കാര്യമാണ്. ആറളം ഫാമിൽ 2019 സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി. വന്യജീവി സങ്കേതത്തെയും പുനരധിവാസ പ്രദേശത്തെയും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് ഒരു കോൺക്രീറ്റ് മതിൽ ഈ സർക്കാർ കൊണ്ടുവരുമെന്നായിരുന്നു പ്രഖ്യാപനം. ആ കോൺക്രീറ്റ് മതിൽ എങ്ങും എത്തിയില്ല. മാത്രവുമല്ല, നമ്മളുടെ വാർത്തയുടെ 90% വന്യജീവി ആക്രമണങ്ങളും 2020-21 കാലഘട്ടങ്ങളിൽ ആറളം ഫാമിലെ ആന ആക്രമണവുമായി ബന്ധപ്പെടുത്തിയാണ്. ആറളം ഫാമിൽ ആനയുടെ കുത്തേറ്റു മരിച്ചു എന്നതൊരു പതിവ് വാർത്തയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. മാത്രവുമല്ല, ഞാൻ കഴിഞ്ഞ 6 മാസത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിച്ചപ്പോൾ അതിലെ 140 ദിവസങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തയായി വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തയുണ്ട്. അത് പ്രധാനമായിട്ടും വരുന്നത് ഈ വയനാട്, ഇടുക്കി ഈ ജില്ലകളിൽ നിന്നാണ് പ്രധാനമായും, പിന്നെ പാലക്കാടും. ആലപ്പുഴ ഒഴികെ 13 ജില്ലകളിലും ഈ മനുഷ്യ വന്യജീവി സംഘർഷമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ കൃത്യമായ കണക്ക് പറഞ്ഞാൽ 1004 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹോട്ട്സ്പോട്ടുകൾ, ഈ സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങൾ. നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത, നമുക്ക് വലിയ ജനസാന്ദ്രതയാണ്. അതോടൊപ്പം തന്നെ 29.1%, 11,309 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വനവുമുണ്ട്. അതിൽ തന്നെ 120 ഗ്രാമങ്ങളാണ് ഈ വനവും നാടുമായി അതിർത്തി പങ്കിടുന്നത്. ഏകദേശം 6000-ഓളം കിലോമീറ്റർ വരും. അതിൽ തന്നെ ഏകദേശം 800 കിലോമീറ്ററോളമുള്ള അതിർത്തി ഈ സംഘർഷഭരിതമാണ്. ഈ 800 കിലോമീറ്ററിൽ ഒരു ഫെൻസിങ് കെട്ടുകയോ കോൺക്രീറ്റ് മതിൽ നിർമ്മിക്കുകയോ അല്ല ഇതിനുള്ള പ്രതിവിധി എന്ന് നമുക്കറിയാം. പക്ഷെ മറ്റ് ഒട്ടനേകം ശാസ്ത്രീയമായ പ്രതിവിധികളുണ്ടായിരുന്നു. അതാണ് നേരത്തെ സൂചിപ്പിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കാലത്ത് 620 കോടി രൂപ മുടക്കി വന്യജീവിയുടെ ആക്രമണത്തിൻ്റെ ലഘൂകരണ പദ്ധതി എന്ന രീതിയിൽ സർക്കാർ വിഭാവനം ചെയ്തത്. ഞാനൊരു കണക്ക് പറയാം. വന്യജീവികളുടെ ഈ ആക്രമണങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള പദ്ധതിക്ക് ശരാശരി ഒരു വർഷം വേണ്ടിവരുന്ന ചിലവ് 1000 മുതൽ 2000 കോടി രൂപയാണ്. ഈ 6000 കിലോമീറ്ററോളം വനവും നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിൽ വനം വകുപ്പിന് എത്രയാണ് കൊടുക്കുന്നതെന്നറിയാമോ? അതായത് വന്യജീവി സംഘർഷത്തിൻ്റെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടി മാത്രം 1000 കോടി വേണ്ടിവരുമെന്നിരിക്കെ കേരളത്തിലെ വനം വന്യജീവി വകുപ്പിന് മൊത്തം നീക്കിവെച്ചിരിക്കുന്നത് 200 കോടി രൂപയാണ്. അതിൻ്റെ 15% മാത്രമാണ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ലഘൂകരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുക. എന്ന് പറഞ്ഞാൽ 1000 കോടി രൂപ വേണ്ടെടുത്ത് ആ 1000 കോടിയിൽ നിന്നാണ് നഷ്ടപരിഹാരം അടക്കം കൊടുക്കേണ്ടത്. ആ 1000 കോടിയിൽ നിന്ന് 30 കോടി രൂപ മാത്രമാണ് വന്യജീവി സംഘർഷങ്ങളുടെ ലഘൂകരണത്തിന് വേണ്ടി സർക്കാർ ഉപയോഗിക്കാൻ കഴിയുക. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പോയാലോ അവരുടെ വിഹിതം എന്ന് പറയുന്നത്, മൊത്തം പദ്ധതി വിഹിതം എന്ന് പറയുന്നത് തന്നെ 30 കോടിയിൽ താഴെയാണ്. അപ്പോൾ അവർക്കും അത് ചെയ്യാൻ കഴിയില്ല. ചുരുക്കത്തിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കുടിയേറ്റ കർഷകരോടുള്ള കാലങ്ങളായി തുടരുന്ന അവഗണന. അവർ മനുഷ്യരാണ്, പക്ഷേ പലപ്പോഴും നമ്മൾ അവരെ മനുഷ്യരാണെന്ന് പരിഗണിക്കുക തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടങ്ങളിൽ മാത്രമാണ്. അവർക്ക് വേണ്ടി ചിലപ്പോൾ സ്ഥാനാർത്ഥിയെ നമ്മൾ നിർത്തും, പക്ഷേ അവർക്ക് വേണ്ടി വന്യജീവികളിൽ നിന്ന് അവർക്കുള്ള സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടി ഒരു പദ്ധതി നമ്മൾ ചെയ്യില്ല. 1977 നമുക്കൊരു വന്യജീവി സംരക്ഷണ നിയമം വന്നു. 91 ഒരെണ്ണമുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം, 77 ചില സീസണൽ ഹണ്ടിങ് അനുവദിച്ചുകൊണ്ടാണ് അക്കാലഘട്ടത്തിൽ വന്യജീവി സംരക്ഷണം വരുന്നത്. മാതൃകാപരമായിരുന്നു. ഇപ്പോൾ ഈ സീസണൽ ഹണ്ടിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സർക്കാർ നടപ്പിലാക്കാത്തത്? ഓസ്ട്രേലിയയിൽ അവരുടെ ദേശീയ മൃഗമായ കങ്കാരുക്കളെ എണ്ണത്തിൽ കൂടിയാൽ ഇപ്പോൾ 9 കോടിയോളം കങ്കാരുക്കളെയാണ് ഓസ്ട്രേലിയയിൽ അവർ വെടിവെച്ചു കൊന്നത്. കാരണം അവിടെ കങ്കാരുക്കൾ ഇറങ്ങി കർഷകരുടെ പാടത്തും കർഷകരുടെ കൃഷിസ്ഥലങ്ങളും നശിപ്പിക്കാൻ തുടങ്ങി. കാട്ടുമുയലിനെ നശിപ്പിച്ച ചരിത്രമുണ്ട്. എവിടെ? ഓസ്ട്രേലിയയിൽ. കാട്ടുപോത്തിനെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ സ്ഥാപനത്തിൽ തന്നെ എണ്ണം പെരുകിയപ്പോൾ കള്ളിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട്. UK-യിൽ മാനുകളെ ശൈത്യകാലത്ത് വേട്ടയാടാനുള്ള പെർമിഷൻ കൊടുക്കും. ഇതൊക്കെ കൊടുക്കുന്നത് ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ പറഞ്ഞ ഈ കടുവയും പരിസ്ഥിതിയും തമ്മിലുള്ള, പരിസ്ഥിതിയുടെ ആവാസ വ്യവസ്ഥ തമ്മിലുള്ള ആരോഗ്യകരമായ ഒരു കണക്കുണ്ടല്ലോ.
340 ചതുരശ്ര കിലോമീറ്ററിൽ 160 കടുകൾ എന്നുള്ളത് ലോകത്തൊരിടത്തും സാധ്യമല്ല. പരമാവധി 20 കടുവകൾക്ക് മാത്രം കഴിയാൻ കഴിയുന്നിടത്താണ് ഈ പറയുന്ന 160 കടുവകളുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് വനംവകുപ്പിലെ വാച്ചർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഒരു കടുവാക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമേ അല്ല, ഇതിവിടം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അരിക്കൊമ്പനെ കയറ്റിയതുപോലെ, തണ്ണീർക്കൊമ്പനെ മയക്കുപിടി വെച്ചതുപോലെ, ഇനി ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ബേലൂർ മഗ്നയെ കാട് കയറ്റിയാലും ഈ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല. കാരണം വനവിസ്തൃതി കുറയുന്നു എന്നത് മാത്രമല്ല, അതിന് വേണ്ടത്ര രീതിയിൽ വനവും നാടും തമ്മിലുള്ള അതിർത്തി സംരക്ഷിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ നമുക്കില്ല, അതിനുള്ള പണവും നമ്മുടെ കയ്യിലില്ല എന്നതാണ്. ഒരു ഭാഗത്ത് സാമ്പത്തികമായിട്ടുള്ള പരിമിതിയുണ്ട്, മറ്റൊരിടത്ത് രാഷ്ട്രീയമായ പിടിപ്പുകേടും അനാസ്ഥയുമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഇന്ന് രാവിലെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു അല്ലേ. സാധാരണ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയം, കർഷകർ പാല് കൊണ്ടു കൊടുക്കാൻ സൊസൈറ്റിയിൽ പോകുന്ന സമയം, വയലിലേക്ക് പോകുന്ന സമയം, ആ സമയത്ത് ഒരു 7:15 കൂടിയാണ് ഒരാളെ വീടിൻ്റെ ഗേറ്റ് തകർത്ത്, മതിൽ തകർത്ത് ഒരാന അയാളുടെ വേഗത്തേക്കാൾ വലിയ വേഗത്തിൽ ഓടി കുത്തിക്കൊല്ലുന്നത് ഒരു വീട്ടു പറമ്പിലേക്കെത്തി. ഈ മോഴയാന എന്ന് പറയുമ്പോൾ എന്താ, കൊമ്പില്ലാത്ത ആണാനകളാണ്. അത് അതിശക്തരായിട്ടുള്ള ആനകളാണ് എന്നാണ് പറയുന്നത്. മോഴ ആനകൾ അങ്ങനെ കൊമ്പില്ലാതെ വരുമ്പോൾ അതിന് ശക്തി കൂടുമോ എന്ന് സംശയം എനിക്കുണ്ട്. ശക്തരായിട്ടാണ് മോഴ ആനകൾ അറിയപ്പെടുന്നത്. അപ്പോൾ അത്രയധികം എന്ന് വെച്ചാൽ ഒരു ബീഭത്സമായ ആക്രമണമാണ് ഇന്ന് ആ ചെറുപ്പക്കാരൻ നേരിട്ടത് എന്ന് പറയാതെ വയ്യ. അത് നമ്മളെയൊക്കെ ഞാൻ എൻ്റെ നമ്മുടെയൊക്കെ ഒരു മാധ്യമ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടിട്ടില്ല. ആനയുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ ആന ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ ഭയാനകമായ രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്. ഇതങ്ങനെയല്ല. ഒരു ആനയെ കണ്ട് ഓടി മതിൽ ചാടി അകത്തേക്ക് കയറി വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ഒരാളെ, അയാളെ മാത്രം, കുറേ ആളുകൾ ആ ദൃശ്യത്തിലുണ്ട്, ആ ഫ്രെയിമിൽ കുറേ ആളുകളുണ്ട്. തന്നെ ആദ്യം കണ്ട ആളെയാണ് ആന ഓടി വന്ന് മതിൽ തകർത്ത് ആക്രമിച്ച് കൊല്ലുന്നത് എന്നുള്ളത്. ഞാൻ ആലോചിക്കുകയാണ്, കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയം എന്ന് പറയുമ്പോൾ നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നമ്മുടെ വനാന്തര മേഖലകൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭയം തോന്നുന്നു യഥാർത്ഥത്തിൽ. നമുക്കിവിടെ നിങ്ങൾ ഒരു കർഷകരുടെ ആംഗിളിലാണ് സംസാരിച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക എന്നെ സംബന്ധിച്ച് നിരവധി ചർച്ചകളുണ്ടായി. എന്തുകൊണ്ടാണ് കാട്ടാനകൾക്ക് കൂടുതലായി വരാൻ പോകുന്നത്? ഇപ്പോൾ കർണാടക വനാതിർത്തിയിൽ നിന്ന് വന്ന ഒരു ആനയാണല്ലോ ഇപ്പോൾ വയനാട്ടിൽ വന്നിരിക്കുന്നത്. ആ മേഖലയിലൊന്നും വെള്ളമില്ല. അതായത് നമ്മുടെ ഈ വയനാട് മേഖലയിലാണ് കുറച്ചെങ്കിലും പച്ചപ്പ് നിലവിലുള്ളത്. ആ പച്ചപ്പ്, ആ വെള്ളം തേടിയിട്ടാണ് ഈ ആനകൾ അങ്ങേ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ആനകളുടെ ഒരു പ്രഷർ രൂപപ്പെടുന്നുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അവരാണ് ഈ പ്രഷർ രൂപപ്പെടുന്ന കൂട്ടത്തിലാണ് ഈ ഇത്തരം മോഴ ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ അവിടെ ഉണ്ടാകുന്ന സംഘർഷം ഒന്ന്, രണ്ട് ഈ വെള്ളം കിട്ടാതെ അവരുടെ ജീവിതം, ആ ജീവിതത്തിൽ അവർ നാട്ടിൽ കാണിക്കുന്ന അക്രമ സംഭവങ്ങൾ. നമ്മൾ കടുവയുടെ കാര്യത്തിനകത്തും ഏതാണ്ട് സമാനമായ വിലയിരുത്തൽ നടത്തിയിട്ടുള്ളതാണ്. കാട്ടിലെ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥ ഓരോ കടുവയ്ക്കും ഉണ്ടല്ലോ. ആ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറംതള്ളപ്പെടുന്ന കടുവകളാണ് പിന്നീട് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ അവിടെയുള്ള സംഘർഷത്തിൽ പരിക്കേൽക്കുന്ന കടുവകളാണ് പിന്നീട് ഈ തോട്ടങ്ങളിലൊക്കെ അഭയം പ്രാപിക്കുന്നതെന്നാണ് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഏതാണ്ട് തേക്ക് തോട്ടങ്ങൾ കാടിൻ്റെ 40% കവർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഭയാനകമായ കാര്യമാണ്. നമ്മൾ 1980 വനനിയമത്തോടു കൂടി കാട് സംരക്ഷിച്ചു എന്ന് അഭിമാനിക്കുന്നവരാണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാട്ടിൽ പോയി തേക്ക് വെച്ച് പിടിപ്പിച്ച് ആ കാടിൻ്റെ 40% അപഹരിക്കുന്നത്. ഇതെങ്ങനെ ശരിയാവുക? ഇതെങ്ങനെയാണ് നീതിയാവുക? ഈ തേക്കിൻ്റെയും അതുപോലെ തന്നെ യൂക്കാലിയുടെയും അടിയിൽ പുല്ലുപോലും പൊടിക്കില്ല. അപ്പോൾ പിന്നെ ഈ സാധാരണഗതിയിൽ ആവാസ വ്യവസ്ഥ തേടുന്ന കാട്ടാനകൾ, ഈ കടുവകൾ എങ്ങനെയാണ് കാട്ടിൽ ജീവിക്കുക? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ ഈ പറയുന്ന തേക്കുകളെല്ലാം വെട്ടിമാറ്റി ഒരു സ്വാഭാവിക ആവാസ വ്യവസ്ഥ ഉണ്ടാക്കണം. ഈ തേക്ക് കൊണ്ട് ഇനിയിപ്പോൾ ഫെൻസിങ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോൺക്രീറ്റ് മതിലാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നൂതന സംവിധാനമുണ്ടോ? ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ടായി ഈ പറയുന്ന തേക്ക് കാടുകൾ മാറ്റുകയല്ലേ വേണ്ടത്? നമ്മളെല്ലാ ദിവസവും പുതിയ മരണം, പുതിയ ആക്രമണങ്ങൾ നമ്മളെടുത്ത് ചർച്ച ചെയ്യുകയാണ്, പരിഹാരം ഉണ്ടാകുന്നില്ല. നാളെ ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ, നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഈ വിഷയം കഴിയുമ്പോൾ വേറൊരു വിഷയത്തിലേക്ക് പോകും.
ഇത് ആരാണ് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ തന്നെയും മൗലികമായ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത്? നമ്മുടെ സർക്കാരുകളാണ്. ഇത് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ചെവിയിലേക്ക് എത്തുന്നില്ല. വളരെ ദുർബലമായിട്ടുള്ളൊരു ശബ്ദമാണോ മലയോര മേഖലയിലെ കർഷകരുടേത്, ജനതയുടേത്? അല്ല എന്ന് ബോധ്യമായി. ഞാൻ രാവിലെ 10 മണി മുതൽ 1 മണി വരെ 3 മണിക്കൂർ നേരം ഈ പ്രക്ഷോഭത്തിൻ്റെ, ഈ മുദ്രാവാക്യങ്ങളുടെ ശബ്ദത്തിൻ്റെ ഉയർച്ച ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. വലിയ നിലയിൽ ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട്, വളരെ വലിയ രീതിയിൽ വൈകാരികമായി ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും സർക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരണത്തടി കൊടുക്കേണ്ട ഒരു സമയമായി. സുജയ പാർവതി, വന്യമൃഗ ശല്യം അല്ലെങ്കിൽ മനുഷ്യമൃഗ സംഘർഷം നമ്മളത് എപ്പോഴും ഇരുന്ന് ചർച്ച ചെയ്യുമെന്നല്ലാതെ അതിനകത്ത് ഒരു പരിഹാരത്തിലേക്ക് ഇതുവരെയും എത്തുന്നില്ല. തണ്ണീർക്കൊമ്പനും റേഡിയോ കോളർ ഘടിപ്പിച്ചാണ് വന്നത്. അപ്പോൾ പറഞ്ഞത് എന്താണ്? ട്രാക്കിംഗ് ഇല്ല, സിഗ്നൽ ഇല്ല. അപ്പോൾ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനായിരുന്നല്ലോ തണ്ണീർക്കൊമ്പൻ്റെ മരണശേഷം ആദ്യം എടുക്കേണ്ട തീരുമാനവും നടപ്പാക്കേണ്ട കാര്യവും അതായിരുന്നു. അതുണ്ടായിട്ടില്ല എന്നത് ഈ ആന വന്നപ്പോഴും ബോധ്യമായി. സിഗ്നൽ കിട്ടിയില്ല, ജനവാസ മേഖലയിലേക്ക് വന്നത് അറിഞ്ഞില്ല എന്ന ഒരു തടി തപ്പാനുള്ള ന്യായീകരണവുമായി വനംവകുപ്പ് വരുന്നത് കണ്ടിട്ടാണ് ജനങ്ങൾ അത്രയും പ്രതിഷേധത്തിലേക്ക് പോയത്. കാരണം ജീവൻ കയ്യിലെടുത്താണ് അവർ നിൽക്കുന്നത്. അതുപോലും മനസ്സിലാക്കാതെ ട്രാക്കിങ്ങിനെ കുറിച്ചും സാങ്കേതികമായുള്ള കുറേ കാര്യങ്ങളും, അവസാനം കുടുംബത്തിന് ധനസഹായം, ഭാര്യയ്ക്ക് ജോലി, അങ്ങനെയുള്ള നയസമീപനമല്ല ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരേണ്ടത്. പ്രത്യേകിച്ചും ബജറ്റിൽ പോലും അലോക്കേഷൻ ഇല്ല. വയനാട്, ഇടുക്കി ഈ മേഖലകളൊക്കെ നേരിടുന്ന പ്രതിസന്ധി, കണ്ണൂർ ഈ മേഖലകളൊക്കെ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുന്ന തരത്തിലാണ് ആളുകളുടെ മരണം മുന്നിൽ സംഭവിക്കുന്നത്. കടുവയാകട്ടെ, ആനയാകട്ടെ, ഏതിൻ്റെ ആയാലും വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ചകൾ സംഘടിപ്പിച്ച് ഉടൻ ഇടപെടുമെന്ന് പറയുന്ന ആ ഒഴുക്കൻ മറുപടിയുമായി വന്നതുകൊണ്ടാണ് വനമന്ത്രി AK ശശീന്ദ്രൻ്റെ പ്രതികരണത്തെ അപ്പോൾ തന്നെ തള്ളിക്കൊണ്ട് മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും അവിടെ സംഘടിച്ചത്. നേരത്തെ നികേഷ് സാർ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ആ കുഞ്ഞുങ്ങൾ, അതായത് ചേട്ടൻ വരുന്നത് കണ്ടു ഗേറ്റ് തുറക്കാൻ താക്കോലുമായി പോയതാണ് ആ കുഞ്ഞുങ്ങൾ. ആ CCTV ദൃശ്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 2 കുട്ടികൾ. അവർ അപ്പോഴേക്കും ചേട്ടൻ ഈ കുട്ടികളോട് പറഞ്ഞു, അതായത് മരിച്ച അജീഷ് കുട്ടികളോട് ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അപ്പോഴാണ് ഈ കുട്ടികൾ പാനിക്കായി ഓടുന്നത്. കാരണം പിന്നാലെ ആന വരുന്നുണ്ടെന്ന് അജീഷിന് മാത്രമേ അറിയൂ, ഈ കുട്ടികൾക്കറിയില്ല. കാരണം അജീഷ് ആദ്യം വരുന്നു, അപ്പോൾ ഇവർ ഗേറ്റ് തുറക്കാൻ പോകുന്നു, അജീഷ് മതിൽ ചാടുന്നു, വീഴുന്നു. അതാണ് ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇന്ന് ഈ ജോമോന്റെ പ്രതികരണം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ജോമോന്റെ വീടിന്റെ മതിലാണ് ആന തകർത്ത് ആ ജോമോന്റെ വീടിന്റെ മുറ്റത്ത് വെച്ചാണ് അജീഷിനെ ചവിട്ടിക്കൊല്ലുന്നത്. അപ്പോൾ അവിടെ കുട്ടികളുണ്ടായിരുന്നു, രക്ഷപ്പെടാൻ അകത്തേക്ക് കയറാൻ പറ്റുമായിരുന്നു. പക്ഷേ മതിൽ ചാടി കടന്നപ്പോഴേക്കും അജീഷ് താഴേക്ക് വീണു. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അകത്തേക്ക് കയറി രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. അപ്പോൾ ജോമോൻ പറയുന്നത് ഈ ആന പൊടുന്നനെ വളരെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ആന അകത്ത് കയറി കഴിഞ്ഞു, ചവിട്ടിക്കൊന്നു കഴിഞ്ഞു. അതാണ് അവിടെ സംഭവിച്ചത്. അതുണ്ടാക്കുന്ന നടുക്കം, അത് സർക്കാരിനാണ് ആ നടുക്കം ഉണ്ടാകേണ്ടത്. ആ നടുക്കം ഇനിയും സർക്കാരിന് ഉണ്ടാകുന്നില്ല എങ്കിൽ അജീഷ് രക്തസാക്ഷിയാവുകയായിരുന്നു എന്ന് പറഞ്ഞതും ശരിയാണ്. കാരണം മറ്റുള്ളവരോട് ഓടി രക്ഷപ്പെട്ടോളാൻ പറയുന്നത് അജീഷാണ്. അജീഷ് എന്നിട്ട് ആനയ്ക്ക് മുന്നിൽ ഇരയായി വീണ് പോവുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ആ 2 കുഞ്ഞുങ്ങൾക്ക് നേരെ ആന തിരിഞ്ഞേനെ. ആന ഇയാളെ പിന്തുടർന്നാണ് ഓടി വരുന്നതെങ്കിലും ഗേറ്റ് തുറക്കാൻ ആനയുടെ മുന്നിലേക്കാണ് ആ കുഞ്ഞുങ്ങൾ ചെന്നത്. ഗേറ്റ് തുറന്നു കൊടുക്കുന്നതിനായി ആ കുഞ്ഞുങ്ങൾ ചെന്നത്. അവരോട് ഓടിക്കോ എന്ന് അജീഷ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടത്. ആ മേഖലയുടെ ഒരു പ്രത്യേകത കൂടി നോക്കണം നമ്മൾ. ആദിവാസി മേഖലയാണ്, വനത്തോട് ചേർന്നുള്ള ഒരു മേഖലയാണ്. അവിടെയാണ് ഈ ജോമോന്റെ വീടിരിക്കുന്നതും. പിന്നെ ഈ ആന ജനവാസ മേഖലയിലേക്ക് വരാതിരിക്കാനായി ഈ ഷോക്ക് ലൈൻ അത് സ്ഥാപിക്കുന്നുണ്ട്. അതിൻ്റെ പണി അവിടെ നടക്കുന്നില്ല. അതാണ് അവിടെ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ട്. അതാണ് ആ ഷോക്ക് ലൈൻ അവിടെ നടപ്പായിട്ടില്ല. ആന വരുന്നത് തടയാനായിട്ടുള്ള പ്രാഥമികമായ കാര്യം പോലും ചെയ്യാത്ത ഒരു സർക്കാരിനാണ് ഞങ്ങളെല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട്, ഇനിയും ഇത് ആവർത്തിക്കില്ല എന്ന് വെറുതെ പറയുകയാണെന്ന് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മരിച്ച ഈ അജീഷ്, കൊല്ലപ്പെട്ട അജീഷ് ഒരു ഡ്രൈവറാണ്. അതായത് ഒരു ഒരാളുടെ വരുമാനം കൊണ്ട് ഒരു കുടുംബം പുലരുന്ന സാഹചര്യത്തിലുള്ള പല കുടുംബങ്ങളുടെ ഒരു പ്രതിനിധിയാണ് ഇന്ന് മരിച്ച അജീഷ്. നേരത്തെ അറിയാമല്ലോ, കടുവ ഇറങ്ങി കൊലപ്പെടുത്തിയിട്ട് പോയ, അല്ലെങ്കിൽ പുലി ഇറങ്ങി കൊലപ്പെടുത്തിയിട്ട് പോയ, അങ്ങനെ ഓരോരുത്തരുടെയും മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആ മരണത്തെക്കുറിച്ച് നമ്മൾ വിവരിക്കും. എപ്പോഴാണ്, എങ്ങനെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് വിശദീകരിച്ച് റിപ്പോർട്ടുകൾ നൽകും. പക്ഷേ അതിനുശേഷം കൂടുതലൊന്നും സംഭവിക്കില്ല. കോളറിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറുക്കൻമൂല എന്ന പ്രദേശത്താണിപ്പോൾ ആന ഓരോ ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ ആന അവിടെയാണ്. നാട്ടുകാർ കാണണം. ഇന്നും ക്ഷീര കർഷകർ 6 മണിക്ക് കാണുമ്പോഴാണ് ആന ഇറങ്ങിയെന്ന് വനംവകുപ്പ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സംവിധാനങ്ങളൊന്നും വേണ്ടല്ലോ. നാട്ടുകാർ കാണുമ്പോൾ അങ്ങ് വിളിച്ചറിയിച്ചാൽ മതിയല്ലോ, ആന വന്നിട്ടുണ്ട്, കടുവ വന്നിട്ടുണ്ട്. അല്ലാതെ ഈ സംവിധാനങ്ങൾ എന്തിനാണ്? ട്രാക്കിംഗ് എന്തിനാണ്? റേഡിയോ കോളർ എന്ന് പറയുന്നതും അങ്ങനെയാണെങ്കിൽ ഒരു തട്ടിപ്പല്ലേ എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും വനംവകുപ്പിന് കൃത്യമായ അറിവുണ്ടായിട്ടും ആനയെ ട്രാക്ക് ചെയ്യാനായി ഒന്നും ചെയ്തില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ റേഡിയോ കോളറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതേക്കുറിച്ച് വന്ന വിശദീകരണം, കേരള കർണാടക വനംവകുപ്പുകൾ തമ്മിൽ തർക്കം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. അതിൽ ആനയുടെ റേഡിയോ കോളർ സിഗ്നൽ കർണാടകം തന്നില്ല. കേരളത്തിന്റെ പുതിയ പരാതിയാണ്, റേഡിയോ കോളർ സിഗ്നൽ കർണാടകം തന്നില്ല. പക്ഷേ ഇവിടെ കർണാടകം പറയുന്നുണ്ട്, വനം
വനമന്ത്രാലയത്തിൻ്റെത് ഒരു കേന്ദ്രീകൃത മോണിറ്ററിംഗ് സംവിധാനമാണ്. അതിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ മതി. യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം, എന്നാലേ ട്രാക്കിംഗ് കിട്ടൂ. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഗുരുതരമായ അനാസ്ഥയാണ്, ഒരു ജീവൻ എടുത്ത അനാസ്ഥയാണ് വയനാട്ടിൽ സംഭവിച്ചത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, ഈ കർണാടകയിലെ ഹാസൻ ഫോറസ്റ്റ് ഡിവിഷനിൽ ബേലൂരിൽ സ്ഥിരമായി കർഷക വിളകൾ നശിപ്പിച്ച, നമ്മുടെ അരിക്കൊമ്പൻ്റെ വാർത്ത പറഞ്ഞതുപോലെ അതേപോലെ പ്രശ്നക്കാരനായിരുന്ന ഒരു ആനയായിരുന്നു ഈ ബേലൂർ മഗ്ന. അതിനെ ഒക്ടോബർ 30 വെടിവെച്ചിട്ട് ഈ പറയുന്ന കേരള അതിർത്തിക്ക് സമീപത്തുള്ള മൂലഹള്ളി വനമേഖലയിൽ കൊണ്ടുവിട്ടു. ഈ ആന ജീവിക്കുന്നത് എപ്പോഴും വനത്തിൻ്റെ അതിർത്തിയോട് ചേർന്നായിരിക്കും. എപ്പോഴും ആനകൾക്ക് വനത്തിൻ്റെ കേന്ദ്രത്തിലേക്കോ ഉൾക്കാടിലോ അല്ല. അപ്പോൾ ഈ മൂലഹള്ളി കൊണ്ടുവിട്ടാൽ സ്വാഭാവികമായും അതിൻ്റെ വന അതിർത്തിയിലേക്ക് പോകും. ട്രാക്ക് ചെയ്തിരുന്നു സുജ. അതും കൗതുകകരമായ ഒരു കാര്യമാണ്. ഈ ആന എവിടെ എത്തിയിരുന്നു എന്നുള്ളത് ഈ തണ്ണീർക്കൊമ്പൻ പോകുന്ന സമയത്ത് അറിയാമായിരുന്നു. മറ്റൊരു മോഴയാന കൂടി ഈ തണ്ണീർക്കൊമ്പനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ആനയെ ഇന്നും മന്ത്രി പറയുന്നുണ്ട്, ഇന്നലെ രാത്രി മുതൽ ഈ ആനയെ ഞങ്ങൾ നിരീക്ഷിക്കുകയാണെന്നാണ് പറയുന്നത്. രാത്രി നിരീക്ഷിക്കുന്ന ആന ഈ അജീഷിനെ ചവിട്ടിക്കൊല്ലുമ്പോൾ തൊട്ടടുത്ത് ഒരൊറ്റ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനില്ല. നോക്കൂ, ഇത് എത്ര വലിയ വീഴ്ചയാണ് ആ ഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല 1200ഓളം മനുഷ്യരാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വിവിധ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. 4 വർഷം കൂടുമ്പോൾ 100-ലധികം പേർ ആനയുടെ ചവിട്ടേറ്റ് മരിക്കുന്നത്. ഒരു വർഷം 25. എന്തിന് കേരളത്തിൽ 5 പേർ ഈ 41 ദിവസത്തിനിടെ മരിച്ചു, അതായത് കൊല്ലപ്പെട്ടു. 25 പേര് ഒരു വർഷം ആനയുടെ ചവിട്ടേറ്റ് മരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ കൊല്ലപ്പെട്ട മനുഷ്യരുടെ സോഷ്യൽ പ്രൊഫൈൽ പരിശോധിക്കുമ്പോഴാണ് അറിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പാല് കൊടുക്കാൻ പോകുന്നവർ, കർഷകര്, തേയില നുള്ളാൻ പോകുന്നവര്, അതായത് ഒരു ഗതിയുമില്ലാതെ കൃഷിയെയോ അവരുടെ തൊട്ടടുത്തുള്ള തൊഴിലിനെയോ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരാലംബരായ മനുഷ്യരെയാണ് ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കുന്നത്. അവരുടെ കാര്യത്തിൽ ഒരു വേദനയും ആർക്കുമില്ല എന്നുള്ളതാണ്. ഒരു മരണം നടന്നാൽ അവർക്ക് ഒരു ജോലിയോ 10 ലക്ഷമോ കൊടുത്താൽ ആ പ്രശ്നം അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാൽ രക്തസാക്ഷിത്വത്തിന് തയ്യാറെടുക്കുകയാണ്. ഇത് അത്യന്തം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. കാട്ടിലെ ആവാസ വ്യവസ്ഥയിൽ സർക്കാർ ഇടപെട്ടേ പറ്റൂ. 40% മേഖല 864 ചതുരശ്ര കിലോമീറ്റർ തേക്കിൻ കാടുകളാണ്. നോക്കൂ, ഈ തേക്കിൻ കാടുകൾ അവിടെ നിൽക്കുമ്പോൾ, ഈ പറയുന്ന യൂക്കാലി കാടുകൾ അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ഒരു പുല്ല് മുളക്കില്ല. ആ നിലയിൽ അത് വരണ്ട ഭൂമിയായി മാറും. പിന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട് അധിനിവേശ, കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു കാര്യമാണ് അധിനിവേശ സസ്യങ്ങൾ. 9 ഇനം അധിനിവേശ സസ്യങ്ങൾ കാടിനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ തോട്ട മേഖലകളിലേക്ക് ആളുകൾ, ഈ പറയുന്ന വന്യമൃഗങ്ങൾ വരും. അപ്പോൾ അതിനകത്തും വലിയ നോക്കൂ, ഇതൊന്നും നമ്മുടെ തിരിച്ചറിവല്ലല്ലോ. ഇതൊക്കെ വനം വകുപ്പിനൊക്കെ നേരത്തെ കിട്ടിയിട്ടുള്ള പഠനങ്ങളാണ്. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ഇൻഫോർമേഷനായി വരുന്നത്. ഒരു നടപടിയും എടുക്കാതെ വളരെ നിരുത്തരവാദപരമായി സർക്കാരുകൾ പെരുമാറുന്നു എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വനത്തെക്കുറിച്ച് വകുപ്പിന് അറിയാമോ? കരണത്തടി കൊടുക്കേണ്ട കാര്യമാണ്. തീർച്ചയായും ഈ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും നിരാശപ്പെടുത്തിയ വകുപ്പുകളിലൊന്നായി വനം വകുപ്പ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും AK ശശീന്ദ്രൻ വളരെ മാന്യമായി മിതമായി ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം നമ്മൾ പങ്കുചേരുന്നു. കുടുംബത്തോട് മാത്രമല്ല, ഈ ഭീഷണിയിൽ ജീവിക്കുന്ന മലയോര മേഖലയിലെ എല്ലാ കുടിയേറ്റ കർഷകരോടും നമ്മൾ ഐക്യപ്പെടുന്നുണ്ട്. അതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് നമുക്ക് ഈ നഗരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അതിൻ്റെ ഒരു ഭീകരതയും മനസ്സിലാവില്ലല്ലോ. ഒരു ആന നിങ്ങൾ ഓടിക്കുന്നത് ഉത്സവപ്പറമ്പിൽ കാണും, അതുപോലെയല്ല കാട്ടാന. ഉത്സവപ്പറമ്പിലുള്ള ആനയും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ പാപ്പാൻ വരും. ഇതൊരു കാട്ടാന. ഉത്സവപ്പറമ്പിൽ പോണോ പോണ്ടോ എന്ന് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഒരു വന്യമൃഗ അവിടെ ഉള്ളപ്പോൾ അവിടെ പോണോ പോണ്ടോ തീരുമാനിക്കാം. ഇവർക്ക് ആ സെലക്ഷൻ ഇല്ല. ഇന്നലെ അവിടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. പറഞ്ഞോട്ടെ, അതായത് വനം വകുപ്പിന് ഇതേക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണെന്നല്ല. വനം വകുപ്പ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. പ്രത്യേക സമിതി ഉണ്ടായിരുന്നു. മുൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്മാരായ PK കേശവൻ, ബെന്നിച്ചൻ തോമസ്, KFRI മുൻ സയന്റിസ്റ്റ് ഡോക്ടർ PS ഈസ ഇവരുടെ നേതൃത്വത്തിൽ ഒരു സമിതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വനംവകുപ്പിന് കൊടുത്തതാണ്. ആ റിപ്പോർട്ടിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച വനമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ എന്തുകൊണ്ടാണ് വന്യജീവികൾ ഇര തേടി നാട്ടിലിറങ്ങാൻ കാരണമെന്ന്. ആ റിപ്പോർട്ടിനെ കുറിച്ച് 3-ാം തീയതി സഭയിൽ വനമന്ത്രി പറഞ്ഞ് ഇന്നിപ്പോൾ 10-ാം തീയതി ആകുമ്പോൾ ഒരാളുടെ മരണം അല്ലെങ്കിൽ ഒരു കൊലപാതകം കൂടി സംഭവിക്കുന്നു. അതിന് ആനക്കലി എന്നല്ല പറയേണ്ടത്, അനാസ്ഥയുടെ ഇരയാണ് അയാൾ. അതെ, എന്തായാലും അനാസ്ഥയാണോ എന്ന ചോദ്യത്തിന് തീർച്ചയായും അനാസ്ഥ തന്നെയാണ് എന്നാണ് 4 പേരുടെയും മറുപടി. യെസ് എന്ന് 4, നോ എന്ന് 0. Meet the editors.